യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇറാൻ അമേരിക്ക ധാരണാപത്രം അനിശ്ചിതത്വത്തിൽ. ഇസ്രായേൽ സമ്മർദ്ദത്തെ തുടർന്ന് ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാതെ അമേരിക്ക. ഇസ്രായേൽ ലബനാൻ വെടിനിർത്തൽ അംഗീകരിക്കില്ലെന്ന് അമേരിക്കയും വ്യക്തമാക്കി. കരാറിൽ ധാരണയിലെത്തുന്നതുവരെ ഇറാനെതിരായ നാവിക ഉപരോധം ശക്തമായി തുടരുമെന്ന് ട്രംപ് പറഞ്ഞു. അമേരിക്കയുമായുള്ള കരാറിലെത്താൻ നിലപാടുകൾ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ഇറാനും വ്യക്തമാക്കി. സമാധാന കരാറിന് ധാരണയായെന്നും ഉടൻ ഉടമ്പടി ഉണ്ടാകുമെന്നും പ്രഖ്യാപിച്ച ട്രംപ് പൊടുന്നനെയാണ് മലക്കം മറിഞ്ഞത്. ചർച്ചകൾ കൃത്യമായാണ് മുന്നോട്ടു പോകുന്നതെന്ന് പറഞ്ഞ ട്രംപ് ഇറാനുമായുള്ള കരാർ ധൃതി പിടിച്ച് പൂർത്തിയാക്കരുതെന്ന് പ്രതിനിധി സംഘത്തിന് നിർദ്ദേശം നൽകിയതായും വിവരമുണ്ട്. ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും കരാർ ഒപ്പുവെക്കുന്നതുവരെ ഇറാനുമേലുള്ള സാമ്പത്തിക ഉപരോധം തുടരുമെന്നും ട്രംപ് വ്യക്തമാക്കി. കരാറിൽ എത്തുന്നതുവരെ ഹോർമുസ് കടലിടുക്കിലെ US നാവികസേനയുടെ ഉപരോധവും തുടരും. ഇറാന്റെ ആണവ പദ്ധതിയും ലബനിലെ ആക്രമണം സംബന്ധിച്ച തർക്കവും മരവിപ്പിച്ച സ്വത്തുക്കളുടെ കൈമാറ്റവും ധാരണാപത്രത്തിൽ ഉൾപ്പെടുത്താൻ വിസമ്മതിച്ചതാണ് സമാധാനത്തിന് തടസ്സമായതെന്നാണ് വെളിപ്പെടുന്നത്. പുതിയ ഭേദഗതികൾ അംഗീകരിക്കില്ലെന്ന് ഇറാനും മറുപടി നൽകിയതോടെയാണ് കരാർ രൂപീകരണത്തിൽ വീണ്ടും പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നത്. എന്നാൽ ഇറാനുമായി അധികം വൈകാതെ മികച്ച കരാർ ഉണ്ടാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. അതേസമയം മരവിപ്പിച്ച ആസ്തികൾ വിട്ടുനൽകണമെന്നാണ് ഇറാന്റെ ആവശ്യം. ഖത്തറിൽ മരവിപ്പിച്ച ഇറാന്റെ ആസ്തികൾ ഭാഗികമായി വിട്ടുനൽകാതെ അന്തിമ ധാരണയിലെത്താനാകില്ലെന്നും അമേരിക്ക നിലപാട് മാറ്റുന്നതാണ് സമാധാന കരാർ വൈകുന്നതിന് കാരണമെന്നുമാണ് ഇറാന്റെ വാദം. പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകൾക്കിടെ ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് ലോകരാജ്യങ്ങൾ. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.